ഗതാഗതക്കുരുക്ക് മാത്രമല്ല, ആദ്യകാല കുടിയേറ്റ ഗ്രാമത്തിലെ ടൗണായ ഉപ്പുതറയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നിരവധിയാണ്. ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും വേണ്ട സൗകര്യങ്ങളില്ല. ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ. ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ പോലും ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഈ ഭരണസമിതിക്ക് മുമ്പിലും വ്യാപാരികൾ വെച്ചിരുന്നു. എന്നാൽ എല്ലാം ശരിയാക്കാമെന്ന പതിവ് മറുപടി മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രശ്നപരിഹാരത്തിന് ശാശ്വത ഇടപെടൽ ഉണ്ടാകുമോ? വിശദമായി പരിശോധിക്കാം. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. ആദ്യ കുടിയേറ്റ ഗ്രാമമായ നമ്മുടെ ഉപ്പുതറ, ഇവിടെ റോഡ് ഹൈവേ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമില്ല. ഒരു കസ്റ്റമർ ഒരു വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ കടകളിൽ കയറി സാധനം വാങ്ങിക്കാനായിട്ട് അവർക്ക് ആ വണ്ടി നിർത്തിയിടാനായിട്ടുള്ള ഒരു സൗകര്യമില്ല. ഒരു സൈഡിൽ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഒരു വണ്ടി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വഴി അടഞ്ഞുപോയി. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവര് പാർക്കിംഗ് ഉള്ള അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പരപ്പ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ്സുകൾ എല്ലാം കംപ്ലീറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ്, അതായത് പച്ചമീന്, ഇറച്ചി, പച്ചക്കറി എന്നിവ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് അക്കരെ പഞ്ചായത്തായ പരപ്പിലേക്കാണ് ജനങ്ങളെല്ലാം പോകുന്നത്. കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരണസമിതി ഏത് മുന്നണി വന്നാലും നമ്മുടെ നാടിനോടൊരു സ്നേഹമോ അല്ലെങ്കിൽ നാടിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ള ഭരണാധികാരികൾ ഇവിടെ വന്നിട്ടില്ല. ഒരു മുന്നണിയും അതായത് SR ജ്ഞാനിയുടെ കാലത്ത് ഉപ്പുതറ പഞ്ചായത്ത് ടൗണിൽ 2 ഏക്കർ സ്ഥലം 3 ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് കിട്ടുമായിരുന്നു. അത് വാങ്ങിക്കാൻ പോലും അന്നത്തെ ഭരണസമിതി സാധിച്ചില്ല. പണമില്ലാഞ്ഞിട്ടല്ല, വേറെ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ അവർ പറഞ്ഞ് ഒഴിപ്പിച്ചു. അല്ലെങ്കിൽ ടൗണിൽ തന്നെ 2 ഏക്കർ സ്ഥലം കിട്ടും, നല്ല വികസനം ഉണ്ടാകുമായിരുന്നു. ഗ്രൗണ്ട്, ഈ പാർക്കിംഗ് വിഷയങ്ങൾ പരിഹരിക്കായിരുന്നു, ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമായിരുന്നു, കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാകുമായിരുന്നു, പല സംഭവം ഉണ്ടാകുമായിരുന്നു. എന്നാൽ നമ്മുടെ ഭരണസമിതി കാലാകാലങ്ങളായിട്ട് ഇപ്പം ഉപ്പുതറ പഞ്ചായത്തിൽ 5 കംഫർട്ട് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും ഉപയോഗയോഗ്യമല്ല. കാരണം ഒന്ന് ബൈപ്പാസിൽ പണി വെച്ചേക്കുന്നു, ലക്ഷങ്ങൾ മുടക്കായതാണ്, അത് വനത്തിനല്ല. അപ്പോൾ ഉപ്പുതറ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കംഫർട്ട് സ്റ്റേഷൻ, അതോടൊപ്പം യാത്രാ പ്രശ്നങ്ങൾ അത് രൂക്ഷമാണ്. നമുക്കറിയാം, ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നടുക്കൂടെ ഒരു വലിയ വണ്ടികൾ, ബസ് പോലെയുള്ള വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പൊതുപ്രവർത്തകരും വ്യാപാരികളും അടക്കമുള്ളവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുകയാണ്. ഷിനു, ഈ ഉപ്പുതറയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ് അടക്കം കടന്നു വരുന്നു. അവിടെയെല്ലാം ഗതാഗതക്കുരുക്ക് മാത്രമല്ല ഒരു വിഷയമായി നിൽക്കുന്നത്. ഉപ്പുതറയുടെ ഒരു സമഗ്ര വികസനത്തിന് ശക്തമായ ഒരു ഇടപെടൽ വേണമെന്ന ആവശ്യമാണോ ഇപ്പോൾ ഉയരുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നത്? ആദ്യകാല കുടിയേറ്റ പ്രദേശം ഉപ്പുതറ വികസനം ഇന്നും കാണാപ്പാട് അകലെയാണ്. മാറി മാറി ഭരിച്ച് ഇടത് വലത് മുന്നണികൾ അഴിമതിയുടെ നേർക്കാഴ്ചയാക്കി ഉപ്പുതറയെ മാറ്റി. ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി പണിത ബസ് സ്റ്റാൻഡ് അടക്കം 5ഓളം കംഫർട്ട് സ്റ്റേഷനാണ് ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. കഴിഞ്ഞ 3 ടേമുകളായി ഇടതുപക്ഷമാണ് ഉപ്പുതറ ഭരിക്കുന്നത്. ഗതാഗതക്കുരുക്കാണ് ഉപ്പുതറ അനുഭവിക്കുന്ന വലിയ പ്രശ്നം. കൊച്ചി ഡിണ്ടിഗൽ ദേശീയപാത കടന്നു പോകുന്ന ഉപ്പുതറയിൽ കൂടി ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ഇവയ്ക്ക് കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, ഇവ പാർക്ക് ചെയ്താൽ ഫൈൻ അടയ്ക്കാൻ ചാടി വീഴുന്ന പോലീസും ഇവിടുത്തെ അവസ്ഥയാണ്. ഇതുമൂലം വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും അത് എങ്ങും എത്തിയില്ല. ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ നിലവിൽ ഇല്ലാത്തത് മൂലം സ്ത്രീകളടക്കമുള്ള സഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് നിലവിലുണ്ടെങ്കിലും ഇവിടെ ബസ് കയറാതെ ടൗണിലാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. തിന്മകൾ പെരുകുമ്പോൾ അവതാരപ്പിറവികൾ സംഭവിക്കാറുണ്ട്. അതുപോലെ ഉപ്പുതറയിൽ ആർജവും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരികളുടെ കാത്തിപ്പിലാണ് ഉപ്പുതറ നിവാസികൾ. സന്ദീപ്, ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും അവിടെ പരിഹരിക്കപ്പെടേണ്ട നിരവധിയായ വിഷയങ്ങളാണ് ഇപ്പോൾ സിറ്റി വിഷൻ അധികൃതരുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതിൽ പരിഹാരവും ഇടപെടലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത്.